പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് കൂടി നിങ്ങളോട് കൂടെ കർത്താവിനെ ആരാധിക്കാനും വചന ശുശ്രൂഷകളിൽ ഒരുമിച്ചായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹവും കൃപയുമായി ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കൂടെ ഒപ്പം എത്തിച്ചേരാൻ സാധിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി നിമിത്തം. എൻ്റെ സഹയാത്രികനായ കർത്താവിന് പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതിങ്കളച്ചൻ ഈ ശുശ്രൂഷ വളരെ മനോഹരമായി ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ നിങ്ങൾ ഇനിയും ധാരാളം പേരെ ഒരുമിച്ച് കൂട്ടണം. ഇത് കുടുംബങ്ങളുടെ നിരവധിയായ ഞെരുക്കങ്ങളിൽ കർത്താവ് കടന്നു വന്ന് അത്ഭുതങ്ങളിലൊരു ഉത്തരം നൽകുന്ന ഒരു ശുശ്രൂഷയാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു കുടുംബത്തിൻ്റെ അനുഭവം അവർ പറഞ്ഞപ്പോൾ അതെന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. ഓരോ ശുശ്രൂഷകളും ഇതുപോലെ കർത്താവ് വേദനിക്കുന്ന ആത്മാവിനോട് കൂടെ ഇടപെടുകയാണ്. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് പൊന്നച്ചൻ. ഞാൻ ആലപ്പുഴ സെൻറ്റ് ജോർജ് പള്ളിയുടെ ഭാഗമാണ്. ഞാൻ 2011 ജൂലൈ മാസത്തിൽ ഇവിടെ ആദ്യമായിട്ട് ഏട്ടപ്പാടി വരുന്നത്. 2011 അന്ന് വളരെ കണ്ണുനീരോട് കൂടിയാണ് ഞാനിന്നിവിടെ കടന്നു വന്നത്. എൻ്റെ ഭാര്യ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് അവൾ തലകറങ്ങി വീണു. 3 കുട്ടികളുണ്ട്. ഏറ്റവും ഇളയ കുട്ടി വെറുതെ കുഞ്ഞാണ്. ബാക്കി 2 പേര് 3ലും 4ലും പഠിക്കുന്ന 5ലും പഠിക്കുന്ന പ്രായം. എനിക്ക് ജോലിക്ക് പോകണം, എന്താണെന്നറിയത്തില്ല. 1.25 മണിക്കൂർ അടുക്കളയിൽ മയങ്ങി കിടന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ അയൽവാസികളൊക്കെ കൂടി ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഒരുപാട് നേരത്തെ പരിശോധനയ്ക്ക് ശേഷം അവരൊരു കാര്യം പറഞ്ഞു, തലയ്ക്ക് എന്താ കാര്യമായ പ്രശ്നമുണ്ട്. അപ്പോൾ സമയമെടുക്കും, CT സ്കാൻ ചെയ്തെങ്കിലേ നമുക്ക് എന്താ രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടി. വൈകുന്നേരം 7 മണിക്ക് എമർജൻസി റിപ്പോർട്ട് വന്നു. പറഞ്ഞു തലച്ചോറിലൊരു ചെറിയ മുഴ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അത് അനങ്ങുമ്പോഴാണ് ബോധം കെട്ട് വീഴുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ ഇതിനെന്തെങ്കിലും പ്രതിവിധി? ഇപ്പോൾ അത് ഏറ്റവും ചെറുതാണ്, തൽക്കാലം മരുന്ന് കഴിക്ക്. അത് വലുതാകുവാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താലും അതിന് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല, ആൾ കോമ സ്റ്റൈലായി പോകുമെന്ന് പറഞ്ഞു. അപ്പം മരുന്ന് വാങ്ങിച്ച് 3 ദിവസത്തിന് ശേഷം വീട്ടിൽ വന്നു. രാവിലെ മരുന്ന് കഴിക്കും, ആൾ മയങ്ങിപ്പോവും. വീട്ടിൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. കുട്ടികൾക്ക് സ്കൂളിൽ വിടാൻ പറ്റത്തില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആകെ വിഷമമായി. ആ സമയത്താണ് സൈമൺ ബ്രദറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. സൈമൺ ബ്രദർ പറഞ്ഞു, വാ നമുക്ക് അട്ടപ്പാടി പോയി പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് 2011 ജൂലൈ മാസത്തിൽ ഞാനിവിടെ വരുന്നത്. അന്ന് മാസത്തിലൊരു പ്രാവശ്യമേ ഉള്ളൂ ഇവിടെ ധ്യാനം. ഭയങ്കര ജനക്കൂട്ടം. ഞാനും സൈമൺ സാറും കൂടി ആ ഓടയിൽ വെള്ളത്തിലിരുന്ന് ഞങ്ങൾ ധ്യാനം കൂടി. ഞാൻ എണ്ണയും കൊണ്ടുവന്ന് വെഞ്ചരിച്ചു. ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് വെഞ്ചരിച്ചുകൊണ്ട് പോയി. ആ എണ്ണ അവിടെ തലയിൽ ഞാൻ തേച്ചു. ആ മണ്ണ് വൈകുന്നേരം സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിട്ട് വീടിൻ്റെ ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലിയാനിട്ടു. ആ ഞായറാഴ്ച അഭിഷേകത്തെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ഈശോയെ എൻ്റെ ഭാര്യ ഇനിയും ഗുളിക കഴിക്കാൻ ഇടയാകരുത്. ഗുളിക കഴിച്ചാൽ ഇത് അവസ്ഥ, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ എല്ലാം കാര്യം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇനി ഗുളിക ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ
കാത്തുകൊള്ളണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അഭിഷേക സമയത്ത് ഞങ്ങൾ 5 പേരും കൂടെ മുട്ടയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇതുവരെ അവൾ ഗുളിക കഴിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരസുഖം അതിന് വീട്ടിലുണ്ടായിട്ടില്ല. ദൈവം ഇതുവരെ കാത്തു പരിപാലിച്ചു. അതിനുശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗുളികയും കഴിക്കുന്നില്ല. ആ വെള്ളിയാഴ്ച ആണ് വന്നത്. ആ ഞായറാഴ്ച അഭിഷേകത്തിന് സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി ഞാൻ ഗുളിക കൊടുക്കത്തില്ല. പിന്നെ ആ ഞായറാഴ്ച തൊട്ട് ഇന്ന് വരെ ഗുളിക കൊടുത്തിട്ടില്ല. ഈ ഒരു അസുഖത്തിന് വേണ്ടി ഗുളിക കഴിക്കുന്നില്ല. അസുഖം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ വേദനയിൽ അവർ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ട ഒരു അനുഭവം അവർ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ തുറവിയും ഹൃദയത്തിൻ്റെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുക. കുട്ടികളെ ഞാൻ പ്രത്യേക സ്നേഹത്തോടെ അഭിവാദനം ചെയ്യുകയാണ്. ഒത്തിരി കാലമായി നിങ്ങളിൽ നിന്ന് കണ്ടിട്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ. യുവതീവാക്കന്മാർ, അമ്മച്ചിമാർ, അപ്പച്ചന്മാർ എല്ലാവരും ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ചു കൊട്ടുക. നമുക്ക് കുറച്ച് നേരം ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ശുശ്രൂഷയിൽ ഒരു കൂട്ടായ്മ ഒറ്റ ഹൃദയത്തോടെ ആയിരിക്കാം. ലോകവ്യാപകമായ എല്ലാ രാജ്യങ്ങളിലും അനേക രാജ്യങ്ങളിൽ കുടുംബങ്ങളായി ഒരുപാട് പേര് ഈ സമയം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. ഇതൊരു വിശേഷ മുഹൂർത്തമാണ്, ഒരു വിശേഷ സമയമാണ്. ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയങ്ങളുടെ ഐക്യമുണ്ട്, ആത്മാവിൻ്റെ യോജിപ്പുണ്ട്, സഭയുടെ പ്രാർത്ഥനകളുണ്ട്, അനേക 10,000 ഉപവാസങ്ങളുണ്ട്, കണ്ണുനീരോടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. എല്ലാം ചേർന്ന് ലയിക്കുന്ന അനുഗ്രഹമായി രൂപാന്തരപ്പെടുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണ കരകവിഞ്ഞൊഴുകുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ സൗഖ്യത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. ഉണർവിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ വർഷിക്കണമേ. വിശ്വാസത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളെ കൈവടിയരുത്, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. വീണ്ടും ജീവിപ്പിക്കണമേ, വീണ്ടും ശക്തി നൽകണമേ, വീണ്ടും ഉണർവ് നൽകണമേ. പരിശുദ്ധാത്മാവേ, വേഗം വരണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഭിഷേകത്താലെ ശക്തരാകണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തരാകണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണമേ. ഹൃദയം തുടങ്ങി എല്ലാവരും പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആസന്നമായിരുന്നവരെ ഉത്തേജിപ്പിക്കാൻ ദൈവമേ കൃപ അർപ്പിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നിടേണമേ. മുൾപ്പടർപ്പ് ചാമ്പലായി തീർന്നിടുവാൻ ആത്മാവിൻ അഗ്നിയായി ജ്വലിച്ചിടേണമേ. പരിശുദ്ധാത്മാവേ, ചാമ്പലായി തീർന്നിടുവാൻ ആത്മാവിൻ അഗ്നിയായി ജ്വലിച്ചിടേണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണേ. അഭിഷേകത്താലെ ശക്തരാകണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണേ. അഭിഷേകത്താലെ ശക്തരാകണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണേ. ഇറങ്ങി വ്യാപരിക്കണമേ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിറയണമേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. തളർച്ച മാറ്റണമേ, മന്ദത മാറ്റണമേ, ഉണർവ് നൽകണമേ, കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഉപേക്ഷിക്കരുത്. വീണ്ടും ജീവൻ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ
പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏറ്റവും എളിയവർ പോലും അഭിഷേകം പ്രാപിക്കാൻ തക്കവണ്ണം കൃപ തൂകണമേ, ജീവൻ നൽകണമേ, ദയ തോന്നണമേ, കാരുണ്യം ഉണ്ടാകണമേ, കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് സ്നേഹം ഇരിക്കുക. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് വേദനയില്ലാതെ കിരീടമില്ല. വേദനയില്ലാതെ കിരീടമില്ല. നോ പെയിൻ നോ ഗെയിൻ. വേദനയില്ലാതെ കിരീടമില്ല. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ഒരു 1/4 നൂറ്റാണ്ടിലധികമുള്ള അനുഭവങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ 1994 പൗരോഹിത്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. എനിക്കൊരു വചനം കേട്ടാൽ എൻ്റെ ഹൃദയത്തിലേക്ക് വേഗം അത് പ്രവേശിക്കും. എനിക്ക് അതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ ഒരു കാര്യം കേട്ട് നല്ലതെന്ന് തോന്നിയാൽ അത് മാക്സിമം ശക്തിയോടെ ചെയ്യാൻ തോന്നും. എന്നാൽ അത് ജീവിച്ച് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായ പ്രതികൂലങ്ങളുണ്ടാവും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും, ഞെരുക്കങ്ങളുണ്ടാവും. അതിനെ എതിർക്കുന്ന ശത്രുക്കൾ നാനാഭാഗത്ത് തലപൊക്കി വരും. ഒരിക്കലും കണ്ടില്ലാത്ത വിധം നാനാഭാഗത്ത് നിന്ന് ഏതാണ്ട് വെളിച്ചത്തിലേക്ക് ഈയൽ കിടാങ്ങൾ പാഞ്ഞു വരുന്നത് മാതിരി, ഈയാമ്പാറ്റകൾ പാഞ്ഞു വരുന്നത് മാതിരി ഓരോ തരത്തിലുള്ള എതിർപ്പുകൾ, പ്രതികൂലങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ ഇതെല്ലാം വരും. ഞാൻ ചെയ്ത എല്ലാ കാര്യത്തിനും അതിൻ്റേതായ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ ഞാൻ അത് ചിന്തിക്കും, ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണ്ട. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന തന്നെ ഒന്ന് മന്ദിക്കും, ഒന്ന് മുരടിക്കും. ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അത് ഇപ്പോൾ ഇത് വിജയിക്കാൻ സാധ്യതയില്ല. ഈ ഒരു പുണ്യം, ഈ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ വിജയം കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഉദാഹരണത്തിന് വെളുപ്പിനെ എഴുന്നേൽക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ പരിശ്രമിക്കുന്നു, പക്ഷേ പരാജയപ്പെടുന്നു, വീണ്ടും പരാജയപ്പെടുന്നു. അപ്പോൾ എന്താ ചിന്തിക്കുന്നറിയോ, ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലായിരിക്കും, ഇത് വേറെ ചിലർക്ക് പറഞ്ഞിട്ടുള്ളതായിരിക്കും, എനിക്കൊരു പക്ഷേ പകൽ ഓടി നടന്ന് ശുശ്രൂഷയായിരിക്കും എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തിക്കും. അപ്പോൾ എന്തായി, ഒരു ന്യായീകരണം, ഒരു എന്താ പറയണത്, തന്നെ നീതീകരിച്ച് അലസതയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആത്മീയ കാര്യത്തിൽ വേദന എടുക്കുന്നതിൽ നിന്ന് വിമുഖരായി പുറകോട്ട് പോവുകയാണ്. ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറയുന്നത് ഇങ്ങനെയാണ്: ആത്മശുചീകരണത്തിനായി ക്ഷമാപൂർവം ധൈര്യസമേതം പ്രവർത്തിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ ഭക്തിമാർഗ പ്രവേശിക എന്നൊരു ഗ്രന്ഥം ദൈവമക്കൾക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങളതിൽ ആധ്യാത്മികമായി വളരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കുറേ വചനം കേട്ട് കഴിഞ്ഞവർ ഇതൊക്കെ വായിക്കുന്ന നല്ലതാണ്. ആദ്യം നമ്മൾ വചനം നന്നായി വചനം ഉള്ളിലേക്ക് പ്രവേശിക്കണം. പിന്നെ വിശുദ്ധന്മാരുടെ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവർ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുകയാണ്, പേജ് 27 പേജിൽ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറയുകയാണ്: അതിനാൽ
ആത്മശുചീകരണത്തിനായി ക്ഷമാപൂർവം ധൈര്യസമേതം, ഇത് രണ്ട് പ്രധാനപ്പെട്ടതാണ്. ധൈര്യം വേണം. എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് വിശുദ്ധി വളരാൻ പറ്റും, എൻ്റെ കോപം മാറും, എൻ്റെ വൈരാഗ്യം മാറും, എൻ്റെ വിദ്വേഷം മാറും, എൻ്റെ ജഡികാസക്തി മാറും. നമുക്കൊരു ധൈര്യം വേണം, ഒരു പ്രത്യാശ വേണം, ഒരു ക്ഷമാപൂർവമായ ചെറുത്തുനിൽപ്പ് ആവശ്യമാണ്. ആത്മവിശുദ്ധീകരണത്തിനായി ക്ഷമാപൂർവം ധൈര്യസമേതം പ്രയത്നിക്കുക. കുറേ നാൾ ഭക്തരായി ജീവിച്ചതിന് ശേഷം അപൂർണത നിമിത്തം, ഇത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ഭക്തരായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കും, വചനം കേൾക്കും, ധ്യാനം കൂടും, നല്ല ഉണർവുണ്ടാവും, തീഷ്ണത ഉണ്ടാവും, ചാടി പുറപ്പെടും. കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും കുറച്ച് തീഷ്ണത കുറയും. പിന്നെ കുറച്ച് കാര്യങ്ങളിലൊക്കെ അപൂർണത കാരണം ഇതൊന്നും എനിക്ക് ശരിയാവും തോന്നില്ല, ഞാൻ കുടുംബജീവൻ നയിക്കുന്ന ആളല്ലേ, ഞാൻ കുട്ടിയല്ലേ, ഞാൻ യുവാവല്ലേ, ഇച്ചിരി 50 വയസ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അങ്ങനെയൊക്കെ വെറും തട്ടിപ്പ് ചിന്തകൾക്ക് നിങ്ങൾ ആശംവതരാകരുത്. അപൂർണത നിമിത്തം ഭഗ്നാശരായി പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട്, പാപാസക്തികൾക്ക് അടിമപ്പെട്ട് സകലതും പരിത്യജിച്ച് പിന്തിരിയുന്ന എത്ര പതിനായിരങ്ങൾ! എത്ര പരിതാപകരമാണത്! എത്ര ലക്ഷക്കണക്കിന്, എത്ര ലക്ഷങ്ങൾ, എത്രയോ പതിനായിരങ്ങളാണ് ആധ്യാത്മിക ജീവിതത്തിൽ ഇതുപോലെ അത് ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലെ നല്ല തീഷ്ണതയോടെ കത്തി നിന്നിരുന്നാണ് ശുശ്രൂഷയിലുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ പ്രാർത്ഥനയിലുണ്ടായിരുന്നവർ. വ്യക്തിപരമായ ജീവിതം തന്നെ ചിന്തിക്കുക. വൈദികർ, സിസ്റ്റേഴ്സ്, വൈദിക വിദ്യാർത്ഥികൾ, ആത്മീയ ജീവിതമുള്ള എല്ലാവരും ഇത് ചിന്തിക്കണം. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. അതായത് നമ്മൾ ഒരു ദിവസം ജീവിച്ചു എന്ന് വിചാരിച്ചല്ല ആയെന്ന് വിചാരിക്കരുത്. അതിന് സ്ഥിരതയോടെയും ദൃഢതയോടെയും ഒരു മുന്നേറ്റം ആവശ്യമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 27:3, പ്രഭാഷകൻ്റെ പുസ്തകം 27:3 ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു മർമ്മം വെളിപ്പെടുത്തുകയാണ്. പ്രഭാഷകൻ 27:3 ദൈവഭക്തി അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം, ആധ്യാത്മിക ജീവിതം എന്ന് പറയണത് അതിനാൽ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. 1 ദൃഢത, 2 തീഷ്ണത. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും വേണം. എന്താ തീഷ്ണത? തീഷ്ണത എന്ന് പറഞ്ഞാൽ എതിർപ്പ് വരും, പ്രതികൂലം വരും. അപ്പോൾ ധൈര്യത്തോടെ ഇതിനെ ഞാൻ അതിജീവിക്കും, ഇതിനെ ഞാൻ അതിജീവിക്കും. ഒരു ആഗ്രഹം, ഒരു ജ്വലനം, ഒരു ദാഹം, ഒരു തീരുമാനം, അതിനുവേണ്ടി ഒരു പരിശ്രമം, ഒരു ഉത്സാഹം, ഇത് ആധ്യാത്മിക ജീവിതത്തിൽ വേണം. 2 പ്രതികൂലം വന്ന് ഒരു കൂട്ടുകാർ പറഞ്ഞു, നീ 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 നിനക്കൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് പുറകോട്ട് പോകുന്ന പ്രകൃതമായിരിക്കാം, സാരമില്ല. പക്ഷേ അങ്ങനത്തെ ഒരാൾക്കും 100% ഉയർച്ചയിലേക്ക് വരാൻ പറ്റും. എന്ത് ചെയ്യണം? വചനം കേട്ട് ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശക്തി പ്രാപിക്കണം, വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ച് ശക്തി പ്രാപിക്കണം, നല്ല കൂട്ടായ്മകളിലേക്ക് വന്ന് ശക്തി പ്രാപിക്കണം, സൽഗ്രന്ഥങ്ങൾ വായിച്ച് ശക്തി പ്രാപിക്കണം. ഈ അസീസി പുണ്യവാളനൊക്കെ എങ്ങനെയായി വിശുദ്ധിയിലേക്ക് വളർന്നത്? ഒറ്റ ദിവസം കൊണ്ട് പാഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പൂക്കിറ്റി പോലെ പോവുകയല്ല ചെയ്തത്. അത് ഘട്ടം ഘട്ടം. അതിനെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറയുന്നത് എങ്ങനെയാണ്? ആധ്യാത്മികമോ ശാരീരികമോ ആയ സുഖലബ്ധി ഉണ്ടാകുന്നത് പടിപടിയായി മാത്രമാണ്. പടിപടിയായി. എന്ത് പടിപടി എന്ന് പറഞ്ഞാൽ? പടിപടി എന്ന് പറഞ്ഞാൽ സർക്കാർ അങ്ങനെ പടിപടി അതല്ല, പടി കൊടുക്കേണ്ട പരിപാടിയല്ല. പടിപടിയായി എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി, സ്റ്റേജ് ബൈ സ്റ്റേജ്. ആധ്യാത്മികമോ ശാരീരികമോ ആയ സുഖലബ്ധി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക രോഗം മാറണത്. നമുക്ക് ആധ്യാത്മിക രോഗമുണ്ട്. അലസത, മന്ദത, താല്പര്യമില്ലായ്മ, പെട്ടെന്ന് കുളിച്ച പന്നി വീണ്ടും ചെളിയിലേക്ക് ചാടാനുള്ള ആഗ്രഹം, കുളിച്ച പന്നി ചെളിയിലേക്ക് തന്നെ വീണ്ടും ചാടുന്നു, അങ്ങനത്തെ പ്രവണത. നായ ഛർദ്ദിച്ച് തന്നെ തിന്നുന്നു, അങ്ങനത്തെ പ്രവണത എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചത് വീണ്ടും അതിലേക്ക് തന്നെ തിരിഞ്ഞു പോകുന്ന അതൊരു രോഗമാണ്. ആധ്യാത്മികമായ രോഗം അല്ലെങ്കിൽ ശാരീരികമായ രോഗം, അതിൽ നിന്ന് സുഖലബ്ധി ഉണ്ടാകുന്നത് പടിപടിയായി മാത്രമാണ്. യാക്കോബിന് എന്ന് പറഞ്ഞാൽ പൂർവ്വപിതാവ് യാക്കോബിനൊരു സ്വപ്നം ഉണ്ടായി. എന്താ യാക്കോബിൻ്റെ സ്വപ്നം? യാക്കോബിന് ദൃശ്യമായ സോപാനത്തിൽ കൂടി, സോപാനം എന്ന് പറഞ്ഞാൽ കോണി. ഇത് മലയാളം കുറച്ച് വ്യാഖ്യാനിച്ച് പറയണത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർക്കും കൂടി വേണ്ടി കൂടിയിട്ടാണ് കേട്ടോ. സോപാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. സോപാനം എന്ന് പറഞ്ഞാൽ കോണി. അപ്പോൾ യാക്കോബിന് ദൃശ്യമായ സോപാനത്തിൽ കൂടി സഞ്ചരിച്ച് മാലാഖമാർ ചിറകുണ്ടായിരുന്നിട്ടും പറക്കാതെ പടിപടിയായി കയറുകയും ഇറങ്ങുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പാപത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് ഉയരുന്ന ഒരാത്മാവ് ഉദയ സൂര്യന് തുല്യമാണ്. ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം. അതായത് പൂർവ്വപിതാവായ യാക്കോബ് ഉറങ്ങിക്കിടക്കുമ്പോൾ യാക്കോബിനൊരു സ്വപ്നമുണ്ടായി.
ഒരു കോണി, സ്വർഗം തൊട്ട് ഭൂമി വരെ മുട്ടി നിൽക്കുന്നൊരു കോണി. ആ കോണിയിൽ കൂടി മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് എടുത്തിട്ട് ഫ്രാൻസിസ് സാൽസ് പുണ്യവാളൻ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഫ്രാൻസിസ് സാൽസ് പുണ്യം പറയുകയാണ്, യാക്കോബിന് ദൃശ്യമായ സോപാനത്തിൽ കൂടി സഞ്ചരിച്ച് മാലാഖമാർ ചിറകുണ്ടായിരുന്നിട്ടും പറക്കാതെ പടിപടിയായി കയറുകയും ഇറങ്ങുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം അതിനാണ് അനുവദിച്ചിട്ടുള്ളത്. ദൈവം അനുവദിച്ചതേ മാലാഖമാർ ചെയ്യുന്നുള്ളൂ. ചിറകുണ്ട് വേണമെങ്കിൽ ഒറ്റ പറക്കലിന് നേരെ മുകളിലേക്ക് എത്താം. അങ്ങനെയല്ല ആധ്യാത്മിക ജീവിതം. മാലാഖമാരോട് ആ കോണിക്കൂടെ പടിപടിയായി കയറാനും ഇറങ്ങാനുമാണ് പറഞ്ഞത്. അപ്പോൾ മാലാഖമാർ അടക്കം ഒതുക്കത്തോടെ ആ പടി ചവിട്ടി ഇറങ്ങണം. വേണമെങ്കിൽ ഒറ്റ ചിറകുണ്ട് ഒറ്റ പറക്കലിന് താഴെ എത്താം, ഒറ്റ പറക്കലിന് മുകളിലെത്താം. അങ്ങനെ വേണമെങ്കിൽ ദൈവത്തിന് നമുക്ക് ചെയ്യാം, അത് ദൈവത്തിന് കഴിയും. പക്ഷെ ദൈവം അങ്ങനെയല്ല മാലാഖമാർക്ക് അനുവാദം കൊടുത്തത്. മാലാഖമാരെ അനുവദിച്ചത് ആ കോടിയിൽ കൂടെ അടുക്കൊതുക്കത്തോടെ ഇറങ്ങുകയും കയറുകയും ചെയ്യുക. ഇതുപോലെയാണ് ആധ്യാത്മിക ജീവിതം. ഇതുപോലെയാണ് ആധ്യാത്മിക. നമ്മൾ പടിപടിയായി കയറുന്നു. ഒറ്റ പറക്കലിന് വചനം കേട്ടു, ധ്യാനം കൂടി, അനോയിൻറ്റിങ് പ്രാപിച്ചു, തീ അഭിഷേകമായി ഇട്ടും നേരെ സ്വർഗത്തിലേക്ക്. അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു മിഥ്യാധാരണ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെയല്ല. പടിപടിയായി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളരണം. വായിച്ചു നോക്കിയേ, തുടർന്ന് വായിച്ചു നോക്കിക്കേ. പാപത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് ഉയരുന്ന ഒരാത്മാവ് ഉദയസൂര്യന് തുല്യമാണ്. എന്താ ഉദയസൂര്യൻ? ഉദയസൂര്യൻ എന്ന് പറഞ്ഞാൽ പൂർവാന്നത്തിലെ സൂര്യൻ. പൂർവാന്നം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പുള്ള സൂര്യൻ. ഉച്ചയ്ക്ക് മുമ്പുള്ള സൂര്യൻ്റെ പ്രത്യേകത എന്താണ്? അത് ഘട്ടം ഘട്ടമായി അത് ജ്വലിച്ച് വരും. ഒറ്റയടിക്ക് നട്ടുച്ച സൂര്യനെ പോലെയല്ല, അത് സ്റ്റേജ് ബൈ സ്റ്റേജായി അത് അന്ധകാരത്തെ നീക്കുന്നു. പ്രഭാതത്തിൽ ഇത്തിരി കുറച്ച് ഇരുട്ടുണ്ടാവും, എന്നാൽ കുറച്ച് പ്രകാശം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇരുട്ട് മാറും, അപ്പോൾ കുറച്ചും കൂടെ പ്രകാശം. പിന്നെ വീണ്ടും കുറച്ചും കൂടെ പ്രകാശം കൂടുന്നു, കുറച്ചും കൂടെ ഇരുട്ട് മാറുന്നു. അങ്ങനെ ഇരുട്ട് മാറി 10 മണിയായി, 11 മണിയായി, 12, നട്ടുച്ചയായി. അതാണ് പൂർവാന്നത്തിലെ സൂര്യൻ, ഉദയസൂര്യൻ. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഉദയസൂര്യനെ പോലെയാണ്. അതങ്ങനെ ഉദിച്ച് അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അന്ധകാരം മാറി വരും. ഒറ്റയടിക്ക് എല്ലാം നട്ടുച്ച അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇടിവാളിൻ്റെ വെളിച്ചം പോലെ അങ്ങോട്ട് വരികയല്ല ചെയ്യുന്നത് ആധ്യാത്മിക ജീവിതത്തിന്. ഒന്ന് വായിച്ചു നോക്കിക്കേ. ആധ്യാത്മിക ജീവൻ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് ഉയരുന്ന ഒരാത്മാവ് ഉദയസൂര്യന് തുല്യമാണ്. അത് പെട്ടെന്ന് അന്ധകാരത്തെ വിഭാടനം ചെയ്യുന്നില്ല. ഉദയസൂര്യൻ പെട്ടെന്ന് ഇരുട്ടിനെ മാറ്റുന്നില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് മാറ്റുന്നത്. അത് പെട്ടെന്ന് അന്ധകാരത്തെ മാറ്റുന്നില്ല. രോഗശമനം മന്ദഗതിയിലാണെങ്കിൽ ആരോഗ്യലബ്ധി സുനിശ്ചിതമത്രേ, അസന്നിഗ്ധമത്രേ. അസന്നിഗ്ധം എന്ന് പറഞ്ഞാൽ സുനിശ്ചിതം, ഡെഫിനിറ്റ്. രോഗശമനം മന്ദഗതിയിലാണെങ്കിൽ ആരോഗ്യലബ്ധി അസന്നിഗ്ധമത്രേ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആധ്യാത്മിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങളെ പോലെ ദ്രുതഗതിയിൽ വരുന്നുവെങ്കിലും അവ മന്ദഗതിയിൽ മാത്രമേ മാറുകയുള്ളൂ. ആധ്യാത്മിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങളെ പോലെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം. ക്യാൻസർ വരുന്നു, പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ലിവർ സിറോസിസ്, അതും അല്ലെങ്കിൽ കോവിഡ്, അതും അല്ലെങ്കിൽ വൈറസ്, ഒമിക്രോൺ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് പെട്ടെന്ന് ഒരുപക്ഷെ വൈറൽ ഫീവർ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് വന്നു, പെട്ടെന്ന് വരുന്നുവെങ്കിലും ആധ്യാത്മിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങളെ പോലെ പെട്ടെന്ന്, ദ്രുതഗതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നുവെങ്കിലും അവ മന്ദഗതിയിൽ മാത്രമേ പിന്മാറുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭക്ഷണാസക്തി ഉണ്ടായി. ചിലപ്പോൾ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ തൊട്ടായിരിക്കും ഭക്ഷണാസക്തി ഇങ്ങോട്ട് ജ്വലിക്കാൻ തുടങ്ങിയത്. ചിലപ്പോൾ ഒരു ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക, എന്തെങ്കിലും സാധനം വറുത്തത്, എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് കഴിച്ചു, പെട്ടെന്ന് അന്ന് തൊട്ട് ഭക്ഷണാസക്തിയായി. പിന്നെ അത് മാറണമെങ്കിൽ സമയം പിടിക്കും. അല്ലെങ്കിൽ ഇതുവരെ കോപിക്കാത്തൊരു മനുഷ്യനായിരുന്നു, പെട്ടെന്ന് കോപിച്ചു, പിന്നെ കോപം കയറി വന്നു, കോപാസക്തി വർദ്ധിച്ചു, ബലപ്പെട്ടു. അത് മാറണമെങ്കിൽ സമയം പിടിക്കും. അതുപോലെ ജഡികാസക്തി, ആധ്യാത്മിക രോഗങ്ങളെല്ലാം തന്നെ അത് മന്ദഗതിയിലാണ് പടിപടിയായി ആണ് സൗഖ്യവും വിടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് മാറിയില്ല. അല്ലെങ്കിൽ ഇത്രയും വയസ്സായാലോ മാറിയില്ലല്ലോ, 50 വയസ്സായി, 60 വയസ്സായി, 70. എന്നോട് ഒരു അപ്പച്ചൻ പറഞ്ഞു, എനിക്കിപ്പോൾ 70 വയസ്സായി, 70 അല്ല അതിലും കൂടുതലായിട്ടുണ്ട്, എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ എന്ത് ചെയ്യും?
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞു, ഭയപ്പെടണ്ട, കർത്താവിന് പറഞ്ഞത് എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ആത്മാവ് നല്ലൊരു ആത്മാവായിരുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന ആത്മാവായിരുന്നു. അത് ശാന്തമായ ആത്മാവായിരുന്നു. അതിന് ഭയമുണ്ടായില്ല. അത് കർത്താവിൻ്റെ കരുണയിൽ ഒരുപാട് ആശ്രയിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് നമ്മുടെ തകർച്ചകൾ മാറിയില്ല എന്ന് വിചാരിച്ച് നാം അസ്വസ്ഥരാകരുത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞെങ്ങനെയാണ്, പാപാസക്തിയിൽ നിന്നുള്ള മോചനം തന്നെയാണ് നമ്മുടെ ആത്മീയ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. വിശുദ്ധ പൗലോസ്ലീഹായും അതുപോലെ മറിയ മഗ്ദലനായും ജനോവയിലെ വിശുദ്ധ കത്രീന, വിശുദ്ധ പെലാജിയ മുതലായ വിശുദ്ധരും ഒറ്റ നിമിഷം കൊണ്ട് പരിപൂർണമായി വിശുദ്ധരാക്കപ്പെട്ടു. അത് മരിച്ച് ഉയർക്കുന്നത് പോലെ ആധ്യാത്മിക ജീവിതത്തിലെ ഒരത്ഭുതം മാത്രമാണ്. അത് വിചാരിച്ച് എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അങ്ങനെ സംഭവിക്കാതെ നിരാശപ്പെടരുത്. ലാസറിനെ ഉയർപ്പിച്ചു. ആ സമയത്ത് പടിപടിയായി കാലിന് ജീവൻ വെച്ചു, കൈക്ക് ജീവൻ വെച്ചു, കണ്ണിന് ജീവൻ വെച്ചു. അങ്ങനെ പടിപടിയായല്ല, മരിച്ച് മണ്ണഴിഞ്ഞ് ജീവൻ അങ്ങനെ നശിച്ചു കിടന്നിരുന്ന ആ അവസ്ഥയിൽ നിന്ന് സെക്കൻഡുകൾ കൊണ്ട് ലാസർ ജീവൻ പ്രാപിച്ച് ആരോഗ്യവനായി എഴുന്നേറ്റ് നടന്നു. അത് ആധ്യാത്മിക ജീവിതത്തിലെ ഒരു അത്ഭുതം മാത്രമാണ്. ലാസറിനെ ഉയർപ്പിച്ചത് ഒരു അത്ഭുതം മാത്രമാണ്. അതാണ് സാധാരണഗതിയിൽ ചിന്തിക്കരുത്. അങ്ങനെ സംഭവിക്കാത്തതിനെക്കുറിച്ചും പെട്ടെന്ന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാത്തതിനെക്കുറിച്ചും ആധ്യാത്മികമായി നമ്മൾ ഉയരാത്തതിനെക്കുറിച്ചും നിരാശപ്പെടരുത്. നാം എന്താണ് ചെയ്യേണ്ടത്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയുടെ വർദ്ധിച്ചിട്ടുള്ളത് പോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഞാൻ ഓർക്കുന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആ മരിക്കാറായ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ എളിമയോടെ പറയുകയാണ്, എൻ്റെ അച്ഛ, എനിക്കിപ്പോഴും പ്രലോഭനം വരുന്നു, എനിക്കിപ്പോഴും പാപചിന്തകൾ വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ആ ആത്മാവ് ശാന്തമായ ആത്മാവായിരുന്നു. ദൈവം പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവസന്നിധിയിൽ കുമ്പസാരിക്കുക. ആ ആത്മാവ് അതുപോലെ ചെയ്ത് വളരെ ശാന്തവും വളരെ കൃപയും നിറഞ്ഞ അവസ്ഥയിൽ അദ്ദേഹം ദൈവത്തോട് ലയിക്കുന്ന ഒരു അനുഭവം പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആയുസ്സിൻ്റെ അന്ത്യഘട്ടം എത്തിയിട്ട് പോലും ചില പ്രലോഭനങ്ങൾ പോകുന്നില്ലെങ്കിൽ, ചിലപ്പോൾ കോപാസക്തി ആയിരിക്കാം, ചിലപ്പോൾ ഭക്ഷണാസക്തി ആയിരിക്കാം, ചിലപ്പോൾ ജഡികാസക്തി ആയിരിക്കാം, ചിലപ്പോൾ അലസതയായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നാത്ത വിരസതയായിരിക്കാം, ചിലപ്പോൾ മന്ദതയായിരിക്കാം. നമ്മൾ മരിക്കാറായി, ഇനി എന്നാണ് ഞാൻ നേരെയാകുക എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. നിരാശ പിശാച് തരുന്ന വലിയൊരു ദുരന്തമാണ്. അവിടെ ആധ്യാത്മിക പരിശ്രമങ്ങളെല്ലാം അവസാനിക്കുകയാണ്. അതുകൊണ്ട് വേദനയോടെ അധ്വാനിക്കുക. ഇതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2-ാമത്തേത് പറഞ്ഞത്, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. വേദനയോടെ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. 126-ാം സങ്കീർത്തനത്തിൽ 5-6 തിരുലിഖിതങ്ങൾ, സങ്കീർത്തനം 126 5-6 തിരുലിഖിതങ്ങൾ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യും. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നിരന്തര ഉത്സാഹത്തോടെ നിത്യജീവനാകുന്ന കിരീടത്തിനൂടെ അധ്വാനിക്കാനുള്ള കൃപ, സ്ഥിരോത്സാഹത്തോടെ, ദൃഢതയോടെ, ധൈര്യസമേതം സ്ഥിരോത്സാഹത്തോടെ അധ്വാനിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുമേൽ നിൽക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ എനിക്ക് പല ആധ്യാത്മിക രോഗങ്ങളുണ്ട്.
ഞാൻ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് അതെല്ലാം ക്ഷീണിച്ച് എൻ്റെ പരിശ്രമം നിർത്തി ഞാൻ ആധ്യാത്മികമായി പുറകോട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ കത്തിപ്പടരാനും ഇടവരുത്തണം. ഈ സമയം എൻ്റെ മടുപ്പ്, മന്ദത, ക്ഷീണം, ഭക്തിരാഹിത്യം, വിശ്വാസമില്ലായ്മ, പ്രാർത്ഥനക്കുറവ്, ദൈവനിഷേധം, ആധ്യാത്മികമായി താല്പര്യമില്ലായ്മ, ലോകത്തോടുള്ള ആസക്തി, സുഖലോലുപതയുള്ള ആസക്തി, പ്രാർത്ഥന കാര്യങ്ങളുള്ള വിരസത, സംശയം, എതിർപ്പ്, വിമത സ്വഭാവം, മല്ലടിക്കുന്ന പ്രകൃതം, അനുസരണക്കേട്, താന്തോന്യത്വം, ഭക്ഷണ സ്വഭാവം, മൂഢത, സുഖലോലുപത, ദ്രവ്യാസക്തി, എല്ലാ മണ്ഡലങ്ങളെ ഓർക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, മുന്തിരി തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാർ ഒരുപാട് ആധ്യാത്മിക ക്ഷുദ്രജീവികൾ എൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സ്ഥിരതയോടെ മരിക്കുന്ന സെക്കൻഡ് വരെ, മരിക്കുന്ന സെക്കൻഡ് വരെ, മരിക്കുന്ന സെക്കൻഡ് വരെ സ്ഥിരതയോടെ ആധ്യാത്മികമായി പരിശ്രമിക്കാൻ, പടിപടിയായി ഗോവണി കയറി പോകാൻ എന്നെ സഹായിക്കണമേ. ആശീർവാദ സമയത്ത് രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പടർന്നിടണമേ, വൈക്കോലിൽ കത്തിടുന്ന അഗ്നി പോലെ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നിടണമേ, വൈക്കോലിൽ കത്തിടുന്ന അഗ്നി പോലെ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നിടണമേ. ഉൾപ്പടപ്പ് ചാമ്പലായി തീർന്നിടുവാൻ ആത്മാവിൻ ശക്തിയാൽ ജ്വലിച്ചിടണമേ, ആത്മാവിൻ ശക്തിയാൽ ജ്വലിച്ചിടണമേ, ആത്മാവിൻ ശക്തിയാൽ ജ്വലിച്ചിടണമേ.